IPL മാച്ച് നമ്പർ 65 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ രണ്ടാം വിജയമായിരുന്നു ഹൈദരാബാദ് നേടിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച RCB ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു പക്ക ബാറ്റിംഗ് ട്രാക്കായിരുന്നു ലക്നൌവിൽ കണ്ടത്. അഭിഷേക് ഹെഡ് ജോഡി ഒരിക്കൽ കൂടി ഒരു നല്ല സ്റ്റാർട്ട് ടീമിന് കൊടുത്തപ്പോൾ 3 ഓവറിൽ തന്നെ ടീം ടോട്ടൽ 50 കടന്നു. എന്നാൽ രണ്ടുപേരും പെട്ടെന്ന് പുറത്തായപ്പോൾ പവർ പ്ലേയിൽ 71-2 എന്ന നിലയിലായിരുന്നു ഹൈദരാബാദ്. പിന്നീട് ഇഷാൻ കിഷൻ ഒരറ്റം ഹോൾഡ് ചെയ്ത് കളിച്ചപ്പോൾ ബാക്കി വന്നവരെല്ലാം തന്നെ ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ച് സ്കോർ ഉയർത്തി. 48 പന്തിൽ 94 നേടി ഇഷാന്റെ പിൻബലത്തിൽ 231-6 എന്ന നിലയിലാണ് ഹൈദരാബാദ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ഇഷാന്റെ ഇന്നിംഗ്സ് തന്നെയായിരുന്നു SRC ഇന്നിംഗ്സിൽ ഡിഫറൻസ് കൊണ്ടുവന്നത്. ഒരെന്റെ ഇഷാൻ ഹോൾഡ് ചെയ്ത് കളിച്ചതുകൊണ്ട് ഒരു കൊളാപ്സ് വരാതെ മറ്റുള്ളവർക്കെല്ലാം അഗ്രസീവായി കളിക്കാനുള്ള ഫ്രീഡം ആയിരുന്നു കിട്ടിയത്. അതായിരുന്നു രണ്ട് ടീമുകളും തമ്മിൽ കണ്ട ഡിഫറൻസ്. RCBയെ നോക്കിയാൽ രണ്ടാം ടൈം ഔട്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു സ്ലോ ബോൾസ് എന്ന പ്ലാൻ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതിനു മുന്നേ വരെ സ്പിന്നേഴ്സിന് അടി കിട്ടിയിട്ടും അവരെ തന്നെ പിന്നെയും ഇട്ടുകൊടുത്ത് അടി വാങ്ങുകയാണ് ജിതേഷ് ചെയ്തത്. സുയാഷും കൃണാളും 7 ഓവറിൽ 83 റൺസായിരുന്നു ഇന്നലെ കൊടുത്തത്. ഫാസ്റ്റ് ബോളേഴ്സായ യാഷും ഷെപ്പേർഡും എറിഞ്ഞത് വെറും 5 ഓവറും. ഷെപ്പേർഡ് 2 ഓവറിൽ 14 മാത്രമായിരുന്നു വിട്ടുകൊടുത്തത്. സോ പേസ് മിക്സ് ചെയ്യാനുള്ള പ്ലാൻ നേരത്തെ നടപ്പിലാക്കി ഫാസ്റ്റ് ബോളേഴ്സിനെ പവർ പ്ലേ കഴിഞ്ഞും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ മത്സരത്തിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാനോ റൺസ് സേവ് ചെയ്യാനോ RCBക്ക് പറ്റുമായിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോഹ്ലി പവർ പ്ലേയിൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ സോൾട്ട് സെക്കൻഡ് ഫീൽഡിലായിട്ടാണ് കളിച്ചത്. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 72 RCB അടിച്ചുകൂട്ടിയത്. ശേഷം സ്പിൻ വന്നപ്പോൾ കോഹ്ലി മടങ്ങി. എന്നാൽ അതുവരെ കോഹ്ലിക്ക് സപ്പോർട്ട് കൊടുത്ത സോൾട്ട് അവിടുന്ന് അറ്റാക്ക് ഏറ്റെടുത്തപ്പോൾ 10 ഓവറിൽ 118-1 എന്ന ശക്തമായ നിലയിലായിരുന്നു RCB. എന്നാൽ അവിടെ തൊട്ട് ഗെയിം പതിയെ ഡ്രിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. അഗർവാൾ, സോൾട്ട് എന്നിവർ അടുത്തടുത്ത ഓവറിൽ പുറത്താവുകയും രജിത് പട്ടിദാർ വന്ന് ഒരു സ്ലോ ഇന്നിംഗ്സ് കളിക്കുകയും ചെയ്തതോടെ പ്രഷർ മുഴുവൻ ജിതേഷിന്റെ മുകളിലേക്ക് എത്തി. 15-ാം ഓവറിൽ പട്ടിദാറും ഷെപ്പേർഡും അടുത്ത ഓവറിൽ ജിതേഷും പുറത്തായതോടെ ടിം ഡേവിഡ് എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ RCB വിജയിക്കൂ എന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ഹാംസ്ട്രിംഗ് പുൾ ചെയ്ത ഡേവിഡിന് ഓടാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു. താരം ബാറ്റ് ചെയ്യാൻ തന്നെ വരേണ്ടതില്ലായിരുന്നു എന്നായിരുന്നു കളി കണ്ടപ്പോൾ തോന്നിച്ചത്. കാരണം സീരിയസ് ആയ ഇഞ്ചുറി ആയിട്ട് തന്നെയാണ് തുടക്കം മുതലേ അത് തോന്നിച്ചത്. ബാറ്റ് ചെയ്യാൻ വന്ന് അത് വഷളാക്കാതിരിക്കുന്നതായിരുന്നു പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ RCBക്ക് ബെറ്റർ. ഒടുവിൽ 189-ന് ടീം ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. ഇവിടെ കമ്മിൻസ് എന്ന ക്യാപ്റ്റൻ വളരെ ടാക്ടിക്കലായിരുന്നു. സ്പിന്നറായ ഹർഷ് ദൂബയ്ക്ക് അടി കിട്ടിയപ്പോൾ ഉടനെ സ്പിൻ മാറ്റി നിതീഷ് റെഡ്ഡിയെ കൊണ്ടുവന്നതായിരുന്നു ഗെയിം ചേഞ്ചിങ്ങായി മാറിയത്. അവിടെ വിക്കറ്റ് വീണപ്പോൾ ഒരു ലൂസ് ഓവർ വരാതിരിക്കാൻ കമ്മിൻസ് സ്വയം വന്ന് അടുത്ത ഓവർ എറിഞ്ഞു. അവിടെ സോൾട്ടും ഔട്ടായി. പിന്നെ മെയിൻ ബൗളേഴ്സിനെ തന്നെയായിരുന്നു ഒരു ലൂസ് ഓവർ ഉണ്ടാകാതെ കമ്മിൻസ് എറിഞ്ഞത്. അവിടെയാണ് ഗെയിം മാറിയത്. RCB കാണിച്ചതുപോലെ സ്പിന്നേഴ്സിനെ പിന്നെയും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ മത്സരത്തിന്റെ റിസൾട്ട് തന്നെ മറ്റൊന്നായേനെ. ക്രൂഷ്യൽ ടൈമിൽ തോൽക്കുക മാത്രമല്ല റൺ റേറ്റ് കൂടി നഷ്ടപ്പെടുത്തിയാണ് RCB ഇന്നലെ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇതോടെ എലിമിനേറ്റർ എന്ന പോസിബിലിറ്റി 90% ഉയർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പഞ്ചാബ് തോക്കണം. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് 231 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 189-ന് RCB ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്.